ജോർജ് ജോസഫ്, ഇതിപ്പോൾ പശ്ചിമ ബംഗാൾ എന്നുള്ള അഭിനേത്രിയുടെ ഒരു വെളിപ്പെടുത്തലിന് പിന്നാലെ വെളിപ്പെടുത്തലുകൾ ഒരു മലവെള്ളപ്പാച്ചിൽ നമ്മൾ കണ്ടു, ഒരുപാട് മുഖംമൂടികൾ അഴിയുന്നത് നമ്മൾ കണ്ടു. അതിൻ്റെ അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഇതിപ്പോൾ ആർക്കും എവിടെയും ആരോപണം ഉന്നയിക്കുന്ന ഒരു അവസ്ഥയാണോ, ഇതൊരു അനാർക്കിയാണോ എന്നൊരു സംശയം ഉയർന്നെടുത്ത് കൃത്യമായി ആ പശ്ചിമ ബംഗാൾ അഭിനേത്രി സംവിധായകൻ രഞ്ജിത്തിനെതിരെ പരാതിയിലേക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് ഓരോ ഘട്ടങ്ങളായി അതിൻ്റെ വ്യവഹാര വഴിയിലേക്കൊക്കെ അഡ്വാൻസ് ചെയ്യുക തന്നെയാണ് എന്ന് മനസ്സിലാക്കണോ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പോകേണ്ടത്. പോലീസ് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാനെന്ന് ഞാൻ ആമുഖമായിട്ട് പറയട്ടെ. കാരണം ഇതിനകത്തൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടിനകത്ത് ഇപ്പം അൺസെൻസേർഡായിട്ടുള്ള ഭാഗങ്ങൾ ഹൈക്കോടതിയിൽ എത്തിക്കഴിഞ്ഞു. അത് 10-ാം തീയതി കോടതിയിൽ നിന്ന് ഒരു കൃത്യമായ ഒരു ഡയറക്ഷൻ വരും. പക്ഷേ ഇപ്പം പോലീസ് ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ 4 IPS ലേഡീസും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ 2 വെറ്ററന്മാരായ ഇൻവെസ്റ്റിഗേറ്റേഴ്സുണ്ട്, അജിത്തും SP അജിത്തും അതുപോലെ മറ്റൊരാളും. എന്തായാലും ഈ അന്വേഷണ ടീം എങ്ങനെ മുന്നോട്ട് പോകണമെന്നൊരു കൺഫ്യൂഷൻ അവർക്കുണ്ടാവും. ലീഗലായിട്ട് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പം പറയണത് അതല്ല. ഞാനിപ്പം പറയുന്നത് ഈ റിപ്പോർട്ടിൻ്റെ ബേസിൽ, കാരണം ഇവരുടെ ഈ അൺസെൻസേർഡ് റിപ്പോർട്ടില്ല, സെൻസർ ചെയ്ത ആ റിപ്പോർട്ടാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു FIR ഉടനെ എടുക്കണം. കാരണം ഇതിനകത്ത് ഇപ്പം തന്നെ കണ്ടില്ലേ, സുരക്ഷിതത്വമില്ല പല സ്ത്രീകൾക്ക്. ഇപ്പോൾ സംസാരിച്ച ആ സ്ത്രീ തന്നെ കണ്ടില്ലേ, എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ. നമുക്ക് ദിലീപിൻ്റെ കേസ് മൂലം നമുക്കറിയാം, അതിജീവിത അന്നൊരു പരാതി കൊടുത്തുകൊണ്ട് ഒരു സിനിമാ രംഗത്തുള്ള ഒരു ലേഡിയെ അല്ലെങ്കിൽ ഒരു നടിയെ എങ്ങനെയാണ് ഒതുക്കേണ്ടതെന്നുള്ള ടിപ്പിക്കൽ എക്സാമ്പിൾ അല്ലേ അത്, പൾസർ സുനിയും ദിലീപും കൂടെ ചെയ്തിരിക്കുന്നത്. അല്ല സാർ, ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഹേമ കമ്മിറ്റിയുടെ പരാതി കേൾക്കാനല്ല. ഹേമ കമ്മിറ്റിക്ക് ശേഷം വന്ന, ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു പരാതികളുടെ ഒരു നിരയുണ്ടായി എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതം ഇന്ന സ്ഥലത്ത് ഇന്ന ലൊക്കേഷനിൽ എന്നെ കയറി പിടിച്ചു അടക്കമുള്ള അനുഭവങ്ങളുടെ നീണ്ട നിരയുണ്ടായി. അക്കാര്യങ്ങൾ അന്വേഷിക്കാൻ, അല്ലാതെ ഹേമ കമ്മിറ്റിയിലേക്ക് ഈ സംഘം പോകുന്നേയില്ല. അല്ലല്ല ഞാൻ അവിടെ ഡിഫർ ചെയ്യുന്ന കാര്യം അതാണ്. ഹേമ കമ്മിറ്റിയിൽ പലരും മൊഴി കൊടുത്തിട്ടുണ്ട്. ഈ സംഭവങ്ങൾ മുഴുവൻ അതിനകത്തുണ്ട്. അതൊരു കോഗ്നിസബിൾ ഒഫൻസസ് ആണ് പല നടന്മാർക്കും എതിരായിട്ട്. അപ്പോൾ ഹേമ കമ്മിറ്റി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ഹേമ എന്ന ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. അവിടുത്തെ ഒരു ചീഫ് സെക്രട്ടറി റാങ്കിലുള്ള വത്സലകുമാരിയുണ്ട്, അതുപോലെ തന്നെ നടിയുണ്ട്. അവരുടെ മുമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ 2 പേരുടെ മുമ്പിലോ ആരെങ്കിലും ഒരു 376 അതുപോലുള്ള ഒരു ലൈംഗികമായ കുറ്റം വെളിപ്പെടുത്തിയാൽ നമ്മൾ പോയി പറയണം. ജസ്റ്റിസ് ഹേമ പറഞ്ഞില്ല എന്നാണ് ഞാൻ പറയണത്. അവർ പറയണം, ബാധ്യസ്ഥരാണ്. അപ്പോൾ അത് ഇവിടെ നടന്നില്ല. അതുകൊണ്ട് പോലീസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൈവശമുള്ള ഒരു സോമോട്ടോ ഒരു കേസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. വാദിഭാഗം ജസ്റ്റിസ് ഹേമയെ വെക്കേണ്ടി വരും. കാരണം അവർ വാദിഭാഗമാണ്, അവരും മറ്റ് 2 പേരും. പ്രതിസ്ഥാനത്ത് ഇപ്പം വെക്കാവില്ല പോലീസിന്. ഇപ്പം സിദ്ദിഖിനെയും രഞ്ജിത്തിനെയും വെക്കാവല്ലോ, അത് ഡിസ്ക്ലോസ് ചെയ്തല്ലോ. അപ്പോൾ അവർ 2 പേരും മറ്റു പല നടന്മാരും കൂടെ ചേർത്ത് പ്രതിഭാഗത്ത് പറഞ്ഞ ഒരു FIR എടുക്കണമെന്ന് ഞാൻ പറഞ്ഞത്. ആ FIRനകത്ത് 100 അല്ലെങ്കിൽ 61 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 32 പേര് WCCയിലെ തന്നെയുണ്ട്. അങ്ങനെയുള്ളവരുടെ മൊഴികൾ അവൈലബിളാണ്. അപ്പോൾ അത് ഒരു FIR എടുത്ത ശേഷം അത് സ്പ്ലിറ്റ് ചെയ്ത് ചാർജ് കൊടുക്കുന്നതായിരിക്കും നിയമപരമായി ഞാൻ പറയുന്ന കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയുടെ അടക്കം താങ്കൾ ഈ പറഞ്ഞ മട്ടിൽ FIR ഇടാൻ ഒരു പ്രശ്നവും ഇല്ലെന്നിരിക്കെ പിന്നെയും എന്തുകൊണ്ടാണ് FIR ഇടുന്നതിൽ സർക്കാരിന്റെ വിമുഖത എന്ന ചോദ്യം ഡേ 1 മുതൽ ചോദിക്കുന്നതിന് ഇപ്പോഴും മറുപടി